ടീനയെ കെട്ടിപ്പിടിച്ച് എൽസമ്മ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, മഴ തോരും മുമ്പിൽ അലീനയും എൽസമ്മയും തമ്മിൽ ആദ്യം തന്നെ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിലും ഫൈറ്റിന് ശേഷമാണെങ്കിൽ എൽസമ്മ അലീനയെ ആക്സെപ്റ്റ് ചെയ്യുകയും ഒടുവിൽ അലീനയെ കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ആൻ്റപ്പനും കൂട്ടർക്കും ഒരു ചാൻസ് കൊടുക്കുകയാണ് അലീന. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് മേലിൽ ആവർത്തിക്കരുതെന്ന്. അതായത് ഇനിയും ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കുമെന്ന് പറയുന്നത് കാണാം. അപ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ അവരെ വെറുതെ വിട്ടത് എന്ന്. ഇതേ സമയം വല്യപ്പച്ച, ഞാൻ അവരെ വെറുതെ വിടാനായിട്ടുള്ള പ്രധാന കാരണം തന്നെ പപ്പയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. സ്റ്റാൻലിയോ, അതെങ്ങനെ മോളെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വല്യപ്പച്ച, പപ്പ വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട, സങ്കടപ്പെടേണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ അവരെ വെറുതെ വിട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ വെറുതെ വിടുന്നത് കൊണ്ട് നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ പപ്പ സങ്കടപ്പെടാതെ ഇരിക്കും. അതായത് പപ്പയ്ക്ക് അവരെ ഒരുപാട് വിശ്വാസമാണല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അവർ പറ്റിച്ചെന്നറിഞ്ഞാൽ പപ്പ തകർന്നു പോകും. പപ്പ ആകെ സങ്കടപ്പെടും, പിന്നെ ഒരുപാട് മദ്യപിക്കും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയമാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പപ്പയോട് പറയാതെ ഇപ്പോൾ മറച്ച് പിടിക്കുന്നതെന്നും അലീന പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ആൻ്റപ്പനാണെങ്കിൽ പൗലോസിനോട് പറയുന്നുണ്ട്, എടാ പൗലോസെ, നീ ഒരു പൊടിക്ക് അടങ്ങിക്കോട്ടാ. ഇനി അവളെ, അതായത് കൊച്ചിനെ, അലീനയെ അനുസരിച്ചില്ലെങ്കിൽ ആകെ പണിയാകുമെന്ന് പറയുന്നുണ്ട്. അതായത് നിനക്കിനി ഇവിടെ നിന്ന് പോകാനും പറ്റില്ല, അവളെ അനുസരിക്കാതെ വേറൊരു വഴിയുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാലേ, അവളെ നീ അനുസരിച്ചില്ലെങ്കിൽ അടുത്തതായിട്ട് നീ പോകാൻ പോകുന്നത് ജയിലിലേക്കാണ് പൗലോസെ എന്ന് ആൻ്റപ്പൻ പറയുമ്പോൾ, ആൻ്റപ്പൻ ഏട്ടൻ വേണമെങ്കിൽ പേടിച്ചോ, ഞാൻ പേടിക്കില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്ന് പൗലോസെ, യുദ്ധത്തിന് നിൽക്കണ്ട, കളി കാര്യമാകുമെന്ന് പറയുന്നു. ഇപ്പോൾ കേണൽ സാബ് അറിയാഞ്ഞത് ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി ആ ഭാഗ്യം എപ്പോഴും കിട്ടണമെന്നില്ല. അതായത് ഇനിയൊരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പണി കിട്ടുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ എൻ്റെ ചേട്ടാ, ഞാൻ എന്തായാലും ഒന്ന് വിട്ടുകൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ആവശ്യമില്ലാതെ പണി വാങ്ങി വെക്കണ്ടല്ലോ എന്ന് പൗലോസും പറയുന്നുണ്ട്. ഞാനും അത് മനസ്സിൽ തീരുമാനിച്ച് കഴിഞ്ഞു എന്ന് ആൻ്റപ്പനോട് പൗലോസ് പറയുന്നു. തുടർന്ന് അവരോട് സത്യസന്ധമായി തൻ്റെ കൂടെ നിൽക്കണമെന്നും കള്ളവും ചതിയും പ്രവർത്തിക്കരുതെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സത്യസന്ധമായിട്ട് തന്നെ നിന്നോളാമെന്ന് പറയുന്നതാണ് കാണാൻ കഴിയുക. ഇനി ഒരിക്കലും ചതിക്കുകയോ പറ്റിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾ ജയിലിൽ പോവാതെ അപ്പോൾ ഇരിക്കുക ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകുമെന്ന് അലീന പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്ത് അലീന ഒന്നും പറയുന്നില്ല, എല്ലാം മറച്ചു പിടിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ പൗലോസ് ആണെങ്കിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും സ്റ്റാലി കേണൽ സാബ് അറിയില്ലല്ലോ, അപ്പോൾ ഒരാശ്വാസമുണ്ട് എന്തായാലും ചേട്ടാ എന്ന് പറയുമ്പോൾ, ഈ ആശ്വാസം ശാശ്വതമൊന്നുമല്ല. നമ്മളുടെ
ശ്രദ്ധയും നമ്മുടെ സത്യസന്ധതയുമാണ് ഇനി നമ്മൾ കൊണ്ടുവരേണ്ടത്. അലീനയുടെ സത്യസന്ധതയും ഒക്കെ നമ്മൾ വാങ്ങിയെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ ആൻ്റപ്പൻ ചേട്ടാ? ഇപ്പം തന്നെ നമ്മളെ പറ്റി ഒരു ബാഡ് ഇമേജ് അല്ലേ അവൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതാണ് പറഞ്ഞത്. നമ്മളിനി സത്യസന്ധമായി ജോലി ചെയ്ത് നിൽക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എങ്കിൽ ശരി എന്ന് പറയുന്നു. തുടർന്ന് അലീനയാണെങ്കിൽ വല്യപ്പച്ചനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വല്യപ്പച്ചനും കാര്യം മനസ്സിലാവുന്നുണ്ട് എന്ന് കാണാം. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടു കഴിയുമ്പോൾ തന്നെ അടുത്ത വലിയ പ്രശ്നം കടന്നു വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക സാധിക്കുക. അതായത് നമ്മുടെ റീത്താമയാണെങ്കിൽ വികാരി അച്ഛനെ പറഞ്ഞു വിടുന്നുണ്ട്. വികാരി അച്ഛൻ വന്ന് സംസാരിക്കുമ്പോഴും സ്റ്റാലിന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെയൊന്നും തൻ്റെ മോളെ പുറത്താക്കാനായിട്ട് കഴിയില്ല ചോ, അതിന് സാധ്യവുമല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ ഈ കാര്യം റീത്തയെ വിളിച്ച് പറയുമ്പോൾ ഇനി അച്ഛൻ ഇടപെടേണ്ട എന്നും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും റീത്ത പറയുന്നത് കാണാൻ സാധിക്കും. തുടർന്നാണെങ്കിൽ റീത്ത എൽസമ്മ സഖ്യം വരികയാണ്. എൽസമ്മ സഖ്യം വന്ന് വലിയ പ്രശ്നം തന്നെ സ്റ്റാലിനുമായിട്ട് ഉണ്ടാകാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മയെ വരച്ച വരയിൽ നിർത്താനായിട്ട് സ്റ്റാലി ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാം. അപ്പോൾ റീത്തയാണെങ്കിൽ ചരട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണാം. ഇതേ സമയം മര്യാദയ്ക്ക് അലീനയെ പറഞ്ഞു വിടാനായിട്ട് റീത്തയോടും എൽസമ്മയും ചേർന്ന് പറയുമ്പോൾ സാധ്യമല്ല എന്ന് സ്റ്റാലി പറയുന്നതാണ് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ എങ്കിൽ ശരി സ്റ്റാലി, അവളെ ഞങ്ങൾ പുറത്താക്കിക്കോളാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളെ കൊണ്ട് പുറത്താക്കാൻ കഴിയുമെങ്കിൽ ആക്കിക്കോളൂ എന്ന് പറയുന്നു. ഒടുവിൽ അലീന തന്നെ എൽസമ്മയുടെ മനസ്സ് മാറ്റുന്നു. എൽസമ്മ അലീനയെ ചേർത്ത് പിടിക്കുന്നു. നല്ല എപ്പിസോഡ് കടന്നു വരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്